മഹാബലി ശരണം. അപ്പോൾ ഈ ക്രിയായോഗയുടെ ബുക്ക് അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു മെസ്സേജസ് ഞാൻ മൂലം പബ്ലിക്കിൽ എന്തോ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് തിരുമേനിയൊക്കെ പറഞ്ഞ 50 വയസ്സ് കഴിഞ്ഞ് അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് 2019 അപ്പോൾ പിറ്റേ ദിവസം അഹം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എനിക്കറിയുന്ന കുറച്ച് പേർക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാരുടെ GSB നമ്മൾ കൊങ്ങിണിയിൽ ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് അഹം എന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ വന്ന് പിന്നെ അവിടെ നിന്ന് മുക്തിപദം എന്ന് പറഞ്ഞ് പോയി പിന്നെ ബാങ്കിൽ ഇത് എന്താണ് കാനറ ബാങ്കുമായിട്ട് മെർജ് ചെയ്യാമെന്ന് തീരുമാനിച്ച് എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഓപ്പറേഷന് ഞാൻ അഡ്മിറ്റായ സമയത്ത് എനിക്ക് ചാർജ് ഷീറ്റ് വന്നു ബാങ്കിൽ നിന്ന്. അത് എൻ്റെ വൈഫും മോനും പോയിട്ട് 2 ചാക്കിലായിട്ട് വീട്ടിൽ കൊണ്ടുവന്നത്. അപ്പോൾ ബാങ്കിൽ നിന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ച് AGMൻ്റെ അടുത്ത് പറഞ്ഞ്, ലോകസ്വാമി സാറിൻ്റെ അടുത്ത് പറഞ്ഞ് വീട്ടിൽ ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞു, അഡ്രസ്സിൽ അയക്കണം. പുള്ളി പറഞ്ഞു പറ്റുകയില്ല എന്ന് പറഞ്ഞു. പുള്ളി ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് കേട്ടോ. ഭയങ്കര ഉത്സാഹമാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ബാങ്ക് കുളിപ്പിച്ച് കൊച്ചിയിലുണ്ടാക്കിയത്, സിൻഡിക്കേറ്റ് ബാങ്കിന്. എനിക്ക് ഓപ്പൺലി പറയാം. സിൻഡിക്കേറ്റ് ബാങ്ക് PCIയിൽ വരാത്തൊരിതായിരുന്നു. ഇപ്പോൾ സിൻഡിക്കേറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പലരും ഇത് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അഡ്രസ്സ് ഇല്ലാണ്ടാക്കി കളഞ്ഞു. മനസ്സിലായി? ഒരു TMA എന്നൊക്കെ പറഞ്ഞ് സാധാരണ ആൾക്കാർ ഒരു ഗ്രാമത്തിൽ തുടങ്ങിയ ഒരു ബാങ്കാണ്. പിഗ്മി എന്ന് പറഞ്ഞ് ഇതൊക്കെ ചെയ്ത് അത് ഇങ്ങനെ രാഷ്ട്രീയവും അതും ഇതും കളിച്ച് ഇല്ലാണ്ടാക്കി. ഓക്കെ, കാനറ ബാങ്ക് അത് മർജ് ചെയ്ത്, അത് സന്തോഷമുള്ള കാര്യം. ഈ ചാർജ് ഷീറ്റ് വന്നപ്പോൾ ഒരു ദിവസം ഫെബ്രുവരി മാസത്തിൽ ഇതുപോലെ പ്രൊമോഷൻ ടെസ്റ്റ് വരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാങ്കിൽ ചെന്നു. അപ്പോൾ ബാങ്കിൽ ചെന്ന് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ മാനേജർ പറഞ്ഞ് ജോയിൻ ചെയ്യുമ്പോൾ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും ബാങ്കിൽ വന്നൊന്ന് റെക്കോർഡായി, ഞാൻ ഇത് കൈപ്പറ്റുന്നു എന്ന് പറഞ്ഞ് ചാർജ് ഷീറ്റ് കൈപ്പറ്റി എന്നിട്ട് വൈഫും മോനും പോയിട്ട് 2 വലിയ ചാക്ക് കൈകൊണ്ട് അതിലാണ് കൊണ്ടുവന്നത്. അത്രയ്ക്ക് കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ളിൽ ചാർജ് ഷീറ്റ് വന്നു ബാങ്കിൽ. അതൊരു വലിയൊരു ബോക്സായിട്ടാണ് വന്നത്. മനസ്സിലായി? കാര്യം നമ്മൾ കൊടുത്ത ലോൺ പേപ്പറും എല്ലാമായിട്ടാണ് വന്നത്. നമ്മൾ എന്തുകൊണ്ടോ കക്കുകയോ മോഷ്ടിച്ചു എന്ന് ചെയ്താണ് യു എന്നും പറഞ്ഞു വരും. അപ്പം ഞാൻ ബാങ്കിലുള്ളപ്പോഴാണ് ഇത് വരുന്നതെങ്കിൽ അവിടെ എനിക്ക് അറ്റാക്ക് വരും. ഇത് വായിക്കുമ്പോഴേ ദൈവമേ, ഞാൻ ഇത്രയും സത്യസന്ധമായിട്ട് ചെയ്ത് ലോൺ 100% ശരിയാണെന്ന് പറയുന്നില്ല, പക്ഷേ കൈക്കൂലി വാങ്ങിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ദൈവം അറിഞ്ഞിട്ടാണ് ആ സമയത്ത് നമ്മളെ മാറ്റിയത്. ആ അറ്റാക്ക് എന്നുള്ള ഇതിലേക്ക് പോയിട്ട് പിന്നെ ഇത് വന്ന് ഇത് കൈപ്പറ്റി, ഇതിലും വലിയതൊന്നുമില്ല. ഇത് വന്ന് അതിൻ്റെ ഇതൊക്കെ എൻക്വയറി ആയി. ലാസ്റ്റ് 2019 ഡിസംബറിൽ ഇത് വന്ന് ഒരു ഇൻക്രിമെൻ്റ് എൻ്റെ 3 വർഷത്തേക്ക് കട്ട് ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് 3 വർഷം കഴിഞ്ഞ് 2022 ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്യും ഡിസംബർ 19 അങ്ങനെ ലെറ്റർ വന്നു. കയറി മെർജായതിനു ശേഷം കാനറ ബാങ്കിൽ വന്നതിന് ശേഷം ഞാൻ മാനേജറാണ്. മിനിമം ഒരു 10-12 ബ്രാഞ്ചുകളിൽ ഞാൻ ഡെപ്യൂട്ടേഷന് പോയി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ കോവിഡ് വന്നു കഴിയുമ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ ഉടനെ തന്നെ എന്താണ് ആ ബ്രാഞ്ച് ക്ലീൻ ചെയ്തിട്ട് എല്ലാവരെയും ക്വാറന്റൈനിൽ വിടും. അപ്പോൾ മാനേജറായിട്ട് ആരും വേണമെന്ന് പറഞ്ഞ് കുന്നംകുളം പല സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. കുന്നംകുളത്ത് പോയി നിന്ന് ആ ദിവസം ഒരു ദിവസം ഹർത്താലായിരുന്നു, ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ വന്നു. ഗുരുവായൂർ പോയിട്ടാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത്, ഓട്ടോറിക്ഷ പിടിച്ചു പോയി. അപ്പോൾ ഇതൊക്കെ ഒരു പരീക്ഷണമായിരുന്നു. പല ബ്രാഞ്ചുകൾ പോയി. എന്ന് പറഞ്ഞാൽ കോവിഡ് വന്നിട്ട് അവിടെ ക്ലീൻ ചെയ്ത് പിറ്റേ ദിവസം പോയി ഡ്യൂട്ടി ചാർജ് എടുത്ത് ഒരാഴ്ച അവിടെ നിൽക്കും. അങ്ങനെ പല ബ്രാഞ്ചുകളിൽ പോയി ഇതായിട്ട് പിന്നെ എനിക്ക് പാലക്കാട്ടേക്ക് ട്രാൻസ്ഫറായി. കാനറ ബാങ്കിൻ്റെ പാലക്കാടായി 2021. അപ്പോൾ പാലക്കാടായപ്പോഴത്തേക്ക് പിന്നെ അറിഞ്ഞ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകേണ്ടി വരും. ഞാൻ 2016 വന്നു. അപ്പോൾ മക്കൾ പറഞ്ഞ് മോൻ എറണാകുളത്തുണ്ട്, അവൻ CAയുടെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നു. മൂത്തവൻ ബോംബെയിലുണ്ട്, അവൻ ഇവിടെ ഉണ്ടായിരുന്നു, ബോംബെയിലേക്ക് പോയി. അവർ പറഞ്ഞ് അച്ഛൻ VRS എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെയും പ്ലാൻ എന്ന് പറഞ്ഞാൽ 28 വർഷമായി കഴിഞ്ഞാൽ VRS എടുക്കണം. 28 വർഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫുൾ പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സർവീസ് ഉണ്ടോ അതിൻ്റെ 50% പെൻഷന് അർഹതയുണ്ട്. പിന്നെയും എനിക്ക് 7 വർഷത്തെ എന്ന് പറഞ്ഞാൽ 2028 ജൂലൈ വരെ സർവീസ് ഉണ്ട്. ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് പാലക്കാട് ജോയിൻ ചെയ്ത അന്ന് തന്നെ മാനേജരോട് ഞാൻ പറഞ്ഞ്, ഒരു സാബു സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ VRS കൊടുക്കും കേട്ടാന്ന് പറഞ്ഞു, എന്നെ കൂടുതൽ പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇരുന്നിട്ട് അവിടെ ജൂലൈയിലോ മറ്റോ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ VRS കൊടുക്കുകയായിരുന്നു. ഡിസംബർ 8 ബാങ്കിനോട് യാത്ര പറഞ്ഞു. അതിൽ 2 ഇതുണ്ടാവും. ഒന്ന് എൻ്റെ ഇൻക്രിമെൻ്റ് വേണ്ടാന്ന് വെച്ചു. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2021 അവസാനമാകുമ്പോൾ 1 വർഷം കൂടി ഇരുന്നിട്ട് ആ ഇൻക്രിമെൻ്റ് കൂടി വന്നാൽ അതിൻ്റെ ആനുകൂല്യം കൂടി കിട്ടും. മനുഷ്യൻ്റെ മോഹങ്ങളല്ലേ, വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ നിന്ന് VRS എടുത്ത് പിന്നെ എറണാകുളത്തേക്ക് വരികയായിരുന്നു. എറണാകുളത്തേക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ്റെ ഇത് വെച്ചിട്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏപ്രിലിൽ
അപ്പോൾ ഈ യൂട്യൂബ് നോക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല. വീട്ടിൽ ഇത് പേപ്പർ നോക്കൽ, ഇവിടെ അമ്പലത്തിൽ പോകലൊക്കെയാണ്. 2021 ഏപ്രിലിൽ 2021 സോറി 2022 ഏപ്രിൽ 15 മറ്റോ കൊച്ചി അമ്പലത്തിലെ ആറാട്ട്. അവിടെ പോകുന്ന സമയത്ത് ഞാൻ പ്രദക്ഷിണം എടുക്കുന്ന സമയത്ത്, സ്റ്റെപ്പ് വയ്ക്കുന്ന സമയത്ത്, അപ്പോൾ വൈഫ് ആലപ്പുഴ പോയിരിക്കുക. അപ്പോൾ മോനും ഉണ്ട്. മോനും കൊച്ചി വരാമെന്ന് പറയും. ഞാൻ സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് ഈ വലത് കാല് ഇങ്ങനെ ചവിട്ടുമ്പോൾ പെട്ടെന്നൊരു ഞൊട്ട ഇടിയുന്ന പോലെ സൗണ്ട് കേട്ടു. കാലിൽ ഞൊട്ട ഇടിയുന്ന പോലെ സൗണ്ട് കേട്ട് ഓക്കെ. അത് കഴിഞ്ഞ് അവിടെ ഇത് ചെയ്ത് അപ്പോൾ മോൻ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് പനിയാണ്, ഭയങ്കരമായിട്ട് ശരീരം ഇതാകുന്നു, അച്ഛൻ ഉടനെ വരണം, ഹോസ്പിറ്റൽ ഡോക്ടറിനെ കാണിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അമ്മേനെയും വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ കൊച്ചിയിൽ നിന്ന് ഊബറും പിടിച്ച് നേരെ ഇവിടെ വന്നിട്ട് ഡോക്ടർ VR പൈമാം എന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ കാണിച്ച്, മോനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ വൈഫും അവിടെ എത്തി. അതും എത്തിക്കഴിഞ്ഞ് ഇത് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ എൻ്റെ കാലിന് വലത് കാലയിൽ നീര്. ഓക്കെ, വലത് കാലയിൽ നീരെന്ന് പറഞ്ഞാൽ വല്ലാത്ത നീരായി ഇതായി. ഉടനെ തന്നെ നമ്മുടെ ഓപ്പറേഷൻ ചെയ്ത് ഹോസ്പിറ്റലിൽ തന്നെയാണ് എന്തെങ്കിലും ഉണ്ടായി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നോക്കിയപ്പോൾ പറഞ്ഞ് ഒരു ചെറിയ എയർലൈൻ ഫ്രാക്ചർ ഉണ്ട്. എയർലൈൻ ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് അത് 45 ദിവസം ഞാൻ സൂക്ഷിക്കാത്തതുകൊണ്ട് 3 മാസമായിട്ട്. ഈ സമയത്ത് വെറുതെ ഇരിക്കുകയാണ്, പേപ്പറും വായിച്ചു കഴിഞ്ഞു, ഒരുമാതിരി ബുക്കും വായിച്ച് സമയമില്ല. യൂട്യൂബ് നോക്കി തുടങ്ങി പല കാര്യങ്ങൾ, ESP പാരാനോർമൽ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു തേടയിലെ ഒരു മാസ്റ്റർ, ഡോക്ടർ അഷ്റഫ് മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ട് ഒരു വ്ളോഗിൽ. അദ്ദേഹത്തിൻ്റെ ആ സ്പീച്ചൊക്കെ കേട്ടപ്പോൾ ആ തേടൈ ഇതെടുക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇത് ചെയ്തു. അപ്പോൾ ഹരിപ്പാടായിരുന്നു അതിൻ്റെ നെക്സ്റ്റ് ക്ലാസ്. ഞാൻ പറഞ്ഞ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എറണാകുളത്ത് വെച്ച് ആഗസ്റ്റ് 14 2022 ആഗസ്റ്റ് 14 ഈ ദീക്ഷയുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തു. അത് ഒരു എനർജി കണക്ഷൻ കിട്ടി, തേടയുടെ എനർജി കണക്ഷൻ കിട്ടി, എനിക്ക് കിട്ടി. പലരും ഇപ്പം നമ്മൾ ഇത് പറയുമ്പോൾ ഈ താഴെ വന്ന് കുറേ പേര് ഇതിന് കമൻറ്റ് ഇടും കേട്ടോ. കുറേ പേര് ദീക്ഷ എടുത്തവർ പറയുന്നുണ്ട്, അല്ലെ വേറെ ഗുരുക്കന്മാർ. പക്ഷേ എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കോർഡിനേറ്റർ അനിരുദ്ധൻ സാർ, അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇതിലൂടെയാണ് ഈ ഗുരു പറയുന്ന എനർജി എല്ലാം കണക്റ്റ് ആയെന്ന് മനസ്സിലാക്കിയത് ഞാൻ. മനസ്സിലായി. അപ്പോൾ അതിന് ഈ ഹിമാലയൻ മാസ്റ്റർ ഡോക്ടർ അഷ്റഫ് മാസ്റ്റർ ഒരു നിമിത്തമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ തിരുമേനിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു ഇസ്ലാം നാമധാരിയാണ്, പേരറിയില്ല. അദ്ദേഹവും കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എനർജി എന്ന് പറഞ്ഞതിന് ജാതി മത ഭേദങ്ങളില്ല. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഇത് പറഞ്ഞ് ഈ തേടൈ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എനർജി, തിരുമേനിയും സങ്കല്പശക്തിയാണ് പറയുന്നത്, ഇദ്ദേഹവും സങ്കല്പശക്തിനെ കുറിച്ചാണ്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു, ഇതൊക്കെ വർക്ക് ചെയ്യാം അല്ലേ എന്ന് പറഞ്ഞിട്ട് കോൺഫിഡൻസ് വന്നു. പക്ഷെ തേടയുടെ ആ രീതി ഞാൻ പിന്തുടരുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു എനർജി എന്ന് പറയുമ്പോൾ ഇതിനൊരു രൂപമുണ്ട്. മനസ്സിലായി, ഒരു രൂപമുണ്ട്. ഞാൻ ധനത്തിന് വേണ്ടി ഒരു മന്ത്രം ചൊല്ലുമ്പോൾ ലക്ഷ്മിയുടെ രൂപം കണക്റ്റ് ആകും, അല്ലെ എൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് പോകണമെന്ന് പറയുമ്പോഴത്തേക്കും ഗണപതിയുടെ രൂപം. അങ്ങനെ അത് തിരുമേനി പറയുന്ന മന്ത്രങ്ങൾ അന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളന്നൊരു ചെവി കൂടി കേട്ട് അടുത്ത ചെവി കൂടി വിട്ടതാണ്. പക്ഷേ ഈ എനർജി വേൾഡ് പറഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലായി. അതൊരു കോൺഫിഡൻസായി പതുക്കെ ഇതായി കഴിയുമ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കല്പശക്തി വന്ന് ഇങ്ങനെ പോകുമ്പോൾ എല്ലാവർക്കും ആയെന്ന് പറയുന്നില്ല, ഇത് മഹാവതാർ ബാബാജിയിലേക്ക് കണക്റ്റ് ആവും. തിരുമേനി പറയുന്നുണ്ട്, ആദ്യം ഗുരു എന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തി സ്വാമിയാണ്, പിന്നെ ദത്താത്രേയരാണ്. ദത്താത്രേയർ കഴിഞ്ഞ് കുറേ ഗുരുപരമ്പരകൾ വരുന്നുണ്ട്. ഇതിൽ വന്നതിന് ശേഷം കുറേ എണ്ണം ഞാൻ കുറേ ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. തേടൈ എടുത്തതിന് ശേഷം കുറേ ബുക്കുകൾ വായിച്ചിട്ടുണ്ട്, അതുമായിട്ട് റിലേറ്റഡ് കുറേ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്. പിന്നെ യൂട്യൂബിൽ വന്നു, അതിൽ അബാക്കിനെ നന്ദി പറയണം. അപ്പോൾ വേറൊരു വ്ളോഗിലാണ്, ഈ അഷ്റഫ് മാസ്റ്റർ വന്ന വ്ളോഗിൽ തന്നെയാണ് ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്തത്. കാര്യം എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്കിൽ സർവീസ് ചെയ്തു. ഇപ്പം ഞാൻ ബാങ്കിൽ എനിക്ക് ചാർജ് ഷീറ്റ് കിട്ടാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാനേജർ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി പേഴ്സണൽ ലയബിളില്ല, പുള്ളി അതിന് ജാമ്യം നിന്നില്ലെങ്കിൽ പോലും അതിനേക്കാളും മേലെയാണ് ഒരു മാനേജറിൻ്റെയും ഓഫീസറുടെ ഉത്തരവാദിത്തം. അവരടച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് കൊടുത്തു എന്ന് ഇന്ന ലൂപ്പ് ഹോൾ ഉണ്ടെന്ന് പറയും. അപ്പോൾ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാകും, നിങ്ങൾക്കൊരു സഹായധനം കിട്ടണം എന്ത്. പക്ഷേ ആ വ്ളോഗുകാർ എനിക്ക് റെസ്പോണ്ട് ചെയ്തില്ല. പിന്നെ ഈ അബാക്കിൻ്റെ പ്രേക്ഷകനായിരുന്നു, അബാക്കിൻ്റെ രോഗി സാറുമായിട്ട് ഓരോ ഇതിനും ഇത് പറയുമായിരുന്നു. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇത് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ ചെയ്യണമെന്നുണ്ട്, ബാങ്കിങ്ങിൻ്റെയാണ്, അതിൻ്റെ ചാർജ് ഞാൻ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹം പറഞ്ഞ് ചാർജൊന്നും വേണ്ട, ബാങ്ക് സോണെന്ന് പറഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു 10-16 എപ്പിസോഡ് ചെയ്തു. പക്ഷെ വലുതായിട്ട് പോയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ
ഓരോ അദ്ദേഹത്തിൻ്റെ നാളെ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് 7 ശരിയായിരുന്നു. അത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ശനീശ്വരൻ്റെ ഇത് ചെയ്യാൻ പാടില്ലെന്ന് ചോദിച്ചു. അതിനെക്കുറിച്ച് സാറ് വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാം. ഞാൻ 28 വർഷം സർവീസ് ഉണ്ട്. പക്ഷേ ശനീശ്വരൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം എൻ്റെ അനുഭവത്തിൽ. പക്ഷേ അത് പറഞ്ഞ് അത് എനിക്ക് 1,00,000 മുകളിൽ വ്യൂവേഴ്സായി പലരും. അത് കഴിഞ്ഞിട്ട് വേൾഡ് വൈഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ നമ്പർ കൊടുക്കരുത്. ബാങ്കിങ്ങിലും പറഞ്ഞു നമ്പരൊന്നും കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്പർ കൊടുക്കേണ്ട സാഹചര്യം വന്നു. ആൾക്കാർ അങ്ങനെ ചോദിച്ചു തുടങ്ങി. അങ്ങനെ നമ്പർ കൊടുത്ത് കണക്റ്റ് ആയതിൽ 60-70% മഹാവതാർ ബാബാജിയായിട്ട് കണക്ഷൻ ഉള്ളതാണ്. എല്ലാ മിക്കവരും ഇവർക്ക് ബാബാജിയായിട്ട് ഒന്നല്ലെങ്കിൽ വേറെ അനുഭവങ്ങൾ, പല അനുഭവങ്ങളുണ്ട്. ഇവരും വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ള അനുഭവത്തിലാണ്. സാർ ഒരു സെക്കൻഡ് മൈക്ക് തരുമോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം ഇപ്പം റിവീൽ ചെയ്യാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം, അതായത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ രജനീകാന്തിന്റെ ബാബ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടതിന് ശേഷം എനിക്ക് ആ ഒരു അട്രാക്ഷൻ, എന്താണ് ഈ സംഭവിക്കുന്നത് എന്നുള്ള ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് അന്ന് തൊട്ട് ഞാൻ ബാബാജി അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അന്ന് തൊട്ട് ക്രിയായോഗയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, പഠിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. പക്ഷെ ബാബാജി അന്വേഷിക്കാൻ തുടങ്ങിയ ആ സമയം തൊട്ടിട്ട് എനിക്കൊരു ഗുരു വേണം എന്നുള്ളത് ഉള്ളിൽ നിന്നുള്ളൊരു ഇൻഡ്യൂഷനാണ്. ഞാൻ വളരെ കുഞ്ഞിലെ വാടക വീട്ടിൽ താമസിച്ചപ്പോഴും എൻ്റെ വീട്ടിൽ ദൈവങ്ങളൊന്നുമില്ല, ഒരു ഫോട്ടോ പോലും ഇല്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് 7 ഋഷിമാരുടെ ഒരു ചെറിയ ഒരു ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. 7 ഋഷിമാരുടെ. അവരാരാണെന്ന് പോലും എനിക്ക് അറിയില്ലാത്തൊരു പ്രായം, പറഞ്ഞു തരാൻ കൊണ്ടുവന്ന് വെച്ചവർക്കും അറിയില്ലാത്തൊരു പ്രായം. എനിക്കറിയില്ല എങ്ങനെയാണ് ആ ഒരു കണക്ഷൻ വന്നതെന്ന്. അന്ന് തൊട്ട് MK രാമചന്ദ്രൻ സാറിലൂടെ, സാർ ആ ബുക്ക് എഴുതി. ഞാൻ ആ സമയത്തൊക്കെ ഞാൻ ഹോസ്റ്റലിലാണ്. ആ ബുക്ക് കിട്ടി. അതിലൂടെ ഞാൻ കൈലാസത്തിനെ കുറിച്ചിട്ടും, അതായത് കുഞ്ഞിലേ തൊട്ട് നമുക്കൊരു ഇൻഡ്യൂഷനാണ്. കണ്ണടച്ച് കഴിയുമ്പോൾ മഞ്ഞ് മലകൾ മൂടിക്കിടക്കുന്ന. സാർ ഇപ്പോൾ സംസാരിച്ചപ്പോൾ എനിക്ക് പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ സാറിൻ്റെ അടുത്ത് മൈക്ക് വാങ്ങിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞത്. മഞ്ഞ് മൂടിയ മലകളും അത് എൻ്റെ ഭാവനയിൽ അത് ഹിമാലയമാണെന്നുള്ളൊരു തോന്നലാണ്. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ സുനിലിനോടും പറയും, എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, ശരീരത്തിന് ആരോഗ്യമുള്ള സമയത്ത് എന്നെ ഒന്ന് കൊണ്ടുപോയി എത്തിക്കണം. കാരണം എൻ്റെ സങ്കല്പത്തിൽ ഞാൻ കണ്ണടയ്ക്കുമ്പോൾ അവിടെ മഹാദേവനുണ്ട്. അവിടെ ഞാൻ ബാബാജി അന്വേഷിച്ചുള്ള നടക്കുന്നതാണ്. എവിടെ ബാബാജിയുടെ എന്ത് കിട്ടിയാലും എനിക്ക് വായിക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി വരും. ഞാൻ അദ്ദേഹത്തിനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് പല ഗുരുക്കന്മാരിലേക്കും എന്നെ കൊണ്ടുവന്ന് എത്തിക്കുന്നു. എന്തോ ഒരു ദൈവനിയോഗം പോലെ ലൈഫിൻ്റെ വേറൊരു ട്രാൻസ്ഫോർമേഷനാണ്. ഇപ്പം ഞാൻ സാറായിട്ട് ഇരിക്കുന്നു. ഇപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് എനിക്കൊരു തടസ്സമില്ലാണ്ട് വന്ന് ഒത്തിരി ഇൻഫർമേഷൻസ് എനിക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റുന്നു. സാറിൻ്റെ ഒരു ഗൈഡൻസ് ആണ് ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ പോലും. അപ്പോൾ ഈ മഹാവതാർ ബാബാജിയെ കുറിച്ച് സാറ് പറയുമ്പോൾ, സാറ് പറഞ്ഞില്ലേ സാറിനെ കോൺടാക്ട് ചെയ്തിട്ടുള്ള സാറിൻ്റെ ഇതിൽ ഇത്ര % ആൾക്കാരും ബാബാജിയായിട്ട് കണക്ഷൻ ഉള്ളവരാണെന്ന്. ഞാനും. അതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രജനീകാന്തിൻ്റെ ഇഷ്ടപ്പെടുന്നവർ മിക്കവർക്കും ബാബാജി ഇത് കാണും. കാര്യം ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ടത് രജനീകാന്ത് സാറിനെയാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലേ, ഞാൻ കരിമ്പുളിയൂത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇതിനകത്ത് റെക്കോർഡായ എന്താണെന്ന് അറിയില്ല, ആ എപ്പിസോഡ് പറയുമ്പോഴേ അറിയുള്ളൂ. കാര്യം തിരുമേനി 90s 89 കാലഘട്ടത്തിൽ തിരുമേനി ഒരു ഓപ്പറേഷനിലൂടെ കടന്നുപോയി, പോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ. അത് കഴിഞ്ഞപ്പോൾ എനിക്കറിഞ്ഞ് മനസ്സിലായി, എനിക്ക് കർമ്മയോഗം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അച്ഛനോ അമ്മയോ ആ ഒരു ഇതുണ്ടാകുമായിരുന്നു. അപ്പോൾ തിരുമേനി എന്നെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ടി തിരുനെൽവേലിക്ക് വിട്ടപ്പോഴത്തേക്കും അവിടെ കുറ്റാലത്തിനടുത്ത്, തെങ്കാശിക്ക് അടുത്ത് കരിമ്പുളിയൂത്ത് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലെ രവി പാണ്ഡ്യൻ എന്നാണ് പറയുന്നത്. ശരിക്കും പുള്ളിയുടെ പേര് സുഭാഷ് ചന്ദ്രബോസ് എന്ന മറ്റുമാണ്. അച്ഛൻ്റെ പേര് ജ്യോതി ബസു, അങ്ങനെയാണ് പേര്. അപ്പോൾ അദ്ദേഹം പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം രജനീകാന്തിൻ്റെ ആരാധകനായിരുന്നു. കാര്യം രജനീകാന്ത് കുറേയധികം ഈ ചാരിറ്റി ചെയ്യുമായിരുന്നു, പക്ഷേ പരസ്യപ്പെടുത്തുകയില്ല. അങ്ങനെ വന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ രജനീകാന്ത് സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി അദ്ദേഹത്തിന്. പക്ഷേ ഇപ്പം നിൽക്കുമ്പോൾ ഞാൻ അറിയുന്നത് ഈ രജനീകാന്ത് എന്ന് പറയുന്ന ആൾ ലാഹിരി മഹാശയൻ്റെ പുനർജന്മമാണെന്നാണ് പറയുന്നത്. ഞാനിതൊരു ബാക്കിൽ ശില്പായടോ ആയിട്ടിരുന്ന് വീഡിയോ ചെയ്തത് ഞാൻ ആരാണെന്ന് പറഞ്ഞില്ല. കാര്യം ഇതറിയുന്ന കുറേ പേരുണ്ട്. പലരും പറയുന്നുണ്ട് മലയാളത്തിലെ ഒരു നടനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് രജനീകാന്ത്. തമിഴില് അതേപോലെ കുറെ ചാനലുകളില് ഒരു ദിവസം അവിചാരിതമായിട്ട് ഞാനും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഒരു സന്യാസി വര്യൻ പറയുന്നുണ്ട്, രജനീകാന്ത് എന്ന് പറയുന്ന വ്യക്തി ആരുടെ ആണെന്ന് പറയുന്നില്ല, പക്ഷെ ഒരാളുടെ മർജന്മമാണ്, ലാഹിരി മഹാശയന്റെ മർജന്മാണ്. ഇതിന് പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ഋഷികേശിൽ പോകും.
ഋഷികേശിൻ്റെ അടുത്ത് അദ്ദേഹം ഒരു സ്ഥലത്ത് പുനരുദ്ധാരണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ മഹാവതാർ ബാബാജി ലാഹിരി മഹാശന് ക്രിയായോഗ ദീക്ഷ കൊടുത്ത സ്ഥലമാണ്. ഒരു ഗുഹയാണ്. അവിടെ രജനീകാന്താണ് ഇത് ചെയ്തിരിക്കുന്നത്. ഋഷികേശോ ഡെറാഡൂണിനടുത്തുള്ള കുറേ പേര് അവിടെ പോയ ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല. 2 രജനീകാന്ത് സാറിൻ്റെ ഒറിജിനൽ ഫോട്ടോ. ഇപ്പോൾ അദ്ദേഹം സാധാരണ പബ്ലിക് ഇതിൽ വരുന്നത്, സിനിമയ്ക്കകത്ത് വരുന്നത് വിഗൊക്കെ വെച്ചിട്ട്, പക്ഷെ പബ്ലിക്കിൽ അദ്ദേഹം വരുന്ന ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഫോട്ടോയും ലാഹിരി മഹാശൻ്റെ ഫോട്ടോയും നോക്കുമ്പോഴത്തേക്കും സാമ്യം അറിയാൻ പറ്റും മുഖത്തിന്. എല്ലാം സാമ്യം അറിയാൻ പറ്റും. അത് പറയുന്നത് നമ്മുടെ പാസ്റ്റ് ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മുഖച്ഛായായിരിക്കും നമുക്കിപ്പോൾ. പൂർണ്ണമല്ല, ഒരു 50% സാധ്യതയുണ്ടാകും. കഴിഞ്ഞ ജന്മം പുരുഷനാണ്, ഇപ്രാവശ്യം സ്ത്രീ. ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും ആ മുഖസാദൃശ്യം ഉണ്ടാവും. അത് തിരിച്ചു വരാം. ജെൻഡർ മാറിയാലും ആ സാദൃശ്യം വരും. അദ്ദേഹം അത് പോയി 1 മാസത്തോളം അവിടെ പോകുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കംപ്ലീറ്റ് ബാബയാണ്. ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബാബ സിനിമ കാണുമ്പോൾ ഞാൻ ഇതെന്ത് സിനിമയാണെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാം കണ്ടു. രജനീകാന്തിൻ്റെ സിനിമ കാണുന്നത് കൊണ്ട് എല്ലാം കണ്ടു. ഇനി എനിക്കൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ എപ്പോഴെങ്കിലും നേരിട്ട് കാണാൻ സാധിച്ചാൽ, ഏതായാലും ഈ വീഡിയോ അതിനൊരു നിയത്താവട്ടെ, ആ ബാബ സിനിമ റിലീസ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. സാർ, എനിക്കിത് അറിയില്ലായിരുന്നു. കാരണം ബാബ സിനിമ എവിടെ ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ബാബ സിനിമ എങ്ങുമില്ല. ഞാൻ യൂട്യൂബിൽ കയറി എങ്ങുമില്ല. കിട്ടും, തെലുങ്കിൽ കിട്ടും. തെലുങ്ക് യൂട്യൂബിൽ തെലുങ്ക് ഇതായിട്ട് മോൻ എടുത്ത് തന്നെ എനിക്ക്. പക്ഷെ ഒന്നും ಗೊತ್ತಿಲ್ಲ, ഒന്നും ಗೊತ್ತಾ ഇല്ല. ബാബ കിട്ടുകയില്ല. എനിക്കൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടിട്ടാ. കാരണം വളരെ കുഞ്ഞിരുന്ന സമയത്ത് കണ്ട അട്രാക്ഷൻ തോന്നിയാണ്. പിന്നീട് എനിക്ക് ഈ സിനിമ ഒരു ചാനലിലും ഇല്ല, ചാനൽ വരുന്നില്ല, തമിഴ് ചാനലൊന്നും വരുന്നില്ല. അതേപോലെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിലും വരുന്നില്ല. അപ്പൊ എനിക്കിപ്പോ സാറ് പറഞ്ഞ പോലെയാണ് ഒന്ന് ഒരിക്കൽ. അപ്പൊ ആരെങ്കിലും രജനീകാന്ത് സാറുമായിട്ട് കണക്ഷൻ ഉള്ളവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അദ്ദേഹത്തിനോട് പറഞ്ഞാൽ ബാബ ഒന്ന് റിലീസ് ചെയ്യണം. അതാണ് ഒരു ഹമ്പിൾ റിക്വസ്റ്റ്. ഒരു അദ്ദേഹത്തിൻ്റെ ഒരു എളിയ ആരാധകൻ്റെ. അത് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നപ്പോഴത്തേക്കാണ് 2 മാസം 3 മാസം ആകുന്നതിന് മുമ്പ് കബാലി റിലീസായത്. തിരുവനന്തപുരത്ത് അല്ല തൃശ്ശൂരാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ മക്കൾ ചോദിച്ചു പോകണോ? ഞാൻ പറഞ്ഞു പോകണം. അപ്പോൾ ശോഭാ സിറ്റി ഉണ്ട്, അപ്പോൾ അവിടെയുണ്ട്, അവിടെ റീക്ലൈനറുള്ള അതിൽ പോയി കബാലി സിനിമ കണ്ടതാണ്. രജനീകാന്ത് സാറിൻ്റെ ഏത് സിനിമ വന്നാലും പോയി കാണും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇപ്പോൾ മനസ്സിലാകുന്നു ഈ എനർജി കണക്ഷനാണ് അദ്ദേഹത്തിൻ്റെ. അതിൽ അഭിനയ പാഠം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഇതെന്ന് പറയുന്നത് കമലഹാസൻ സാറാണ്. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ പേരുണ്ട്. ജഗതി സാർ, നെടുമുടി സാറ്, മമ്മൂട്ടി സാറ്, മോഹൻലാൽ സാർ, കുറേ പേരുണ്ട്. പക്ഷേ കമലഹാസൻ സാറിനെ അഭിനയത്തിൽ ഇതെന്ന് പറയാമെങ്കിൽ തന്നെയും പേഴ്സണലി അറ്റാച്ച്മെൻറ്റ് വരുന്നത് ഈ രജനീകാന്ത് സാറിന്. ഇതും ഈ ബാബാജിയുടെ കണക്ഷനാണ്. ഇത്രയും ആൾക്കാർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, വേൾഡ് വൈഡ് വളരെയധികം ആൾക്കാർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനർജിയുടെ ഇതാണ്. ഇപ്പോൾ മലേഷ്യ, സിംഗപ്പൂർ, ചൈന, പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം നമ്മൾ പല ജന്മങ്ങൾ എടുത്തിട്ട് വിഘടിച്ചു പോയത്. കാര്യം 2500 വർഷം ബിഫോർ ക്രൈസ്റ്റ് 260-കളിൽ 268 സമയത്താണ് നാഗരാജിൻ്റെ ജന്മം എന്ന് പറയുന്നത് പറങ്കിപ്പട്ടയിൽ. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ പ്രതിസന്ധികളിലൂടെ പോവുകയും അദ്ദേഹത്തിനെ ആരോ തട്ടിക്കൊണ്ടുപോവുകയും പിന്നെ പട്ടാണികൾ തട്ടിക്കൊണ്ടുപോവുകയും കൽക്കട്ടയിൽ കൊണ്ടുപോയിട്ട് ബാലവേലയ്ക്ക് നിർത്തുകയും അവിടെ വന്ന സന്യാസി വര്യന്മാർ ഈ കുട്ടീനെ കണ്ടിട്ട് അവർ കൊണ്ടുപോയി ഇത് ചെയ്ത് പിന്നെ ഇദ്ദേഹം കതിർഗാമയിൽ പോയിട്ട് ഭോഗനാഥ് സിദ്ധരുടെ കയ്യിൽ നിന്ന് ക്രിയായോഗ ദീക്ഷ എടുത്തിട്ട് ഇദ്ദേഹം പിന്നെ വരുന്ന കുറ്റാലത്താണ്. ഈ തിരുനെൽവേലി ആ തെങ്കാശിയിലുള്ളപ്പോൾ കുറ്റാലത്ത് മാസം തോറും പോയി കുളിച്ചിരുന്നതാണ്. ആ സമയത്തൊന്നും ഇത് ബുദ്ധി വന്നില്ല. എക്സ്കർഷൻ എന്നുള്ള മൂഡില്ല. പക്ഷേ രസം എന്താണെന്ന്, നമ്മൾ ചെറുപ്പം തൊട്ട് നോക്കിക്കോ, നമ്മൾ ഏതൊക്കെ എനർജീസ് ഉണ്ടോ ആ അനുഭവങ്ങളിലൂടെ നമ്മൾ പോകും. പക്ഷേ നമ്മുടെ ആ ഒരു ബ്ലോക്ക് മാറുമ്പോഴേ ഇതായിരുന്നു ആ കണക്ഷൻ നമുക്ക് മനസ്സിലാവുള്ളൂ, തിരിച്ചറിയുള്ളൂ. കാര്യം കുറ്റാലം ഇപ്പോൾ പോകണമെന്ന് വിചാരിച്ച അവിടെ അദ്ദേഹം പ്രതിഷ്ഠിച്ച ശിവ ക്ഷേത്രം എന്തുണ്ടെന്നാണ് പറയണത്, ഈ മഹാവതാർ ബാബാജി. പക്ഷേ നമുക്ക് ആ സമയം നമ്മൾ അവിടെ പോകും, പക്ഷേ നമ്മൾ പോയി കാണുന്ന കാഴ്ചകൾ വേറെ. അതാണ് കാർമിക് എന്ന് പറയുന്നത്. കാർമിക്കിൻ്റെ അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അതേതായാലും ഇത് പറയുമ്പോൾ മഹാവതാർ ബാബാജി എന്ന് പറയുമ്പോൾ ഇതാണ്. ഈ വീഡിയോ കാണുന്നവർക്കും മഹാവതാർ ബാബാജി കണക്ഷൻ കാണും, ഒരു സംശയമില്ല. വേറൊരു കാര്യം പറയാം, നമ്മൾ മഹാവതാർ ബാബാജി എന്ന് പറയുന്ന ആളുണ്ടെന്ന് വിശ്വസിച്ചാൽ അദ്ദേഹം ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് ദർശനം തന്നിട്ടുണ്ട്, ഒരു സംശയമില്ലാത്ത കാര്യം. അത് മനുഷ്യരൂപത്തിൽ തന്നെ, പക്ഷിയും മൃഗവുമായിട്ടല്ല.
ഏതെങ്കിലും മനുഷ്യരൂപത്തിൽ നമുക്ക് മുമ്പിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. സാറേ, പല ഗുരുക്കന്മാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ക്രിയായോഗയുടെ ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ എത്രയോ കൗണ്ട് ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു എത്ര തവണ നമ്മൾ ആവർത്തി അത് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ മുമ്പിൽ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അത് അദ്ദേഹത്തിന്റെ റിയൽ ഇതിൽ വരും എന്നാ പറയുന്നത്, അദ്ദേഹത്തിന്റെ റിയൽ രൂപത്തിൽ വരുന്ന. പക്ഷെ അതില്ലാണ്ടും ഇത് വരും. ഇപ്പം നമ്മൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ട് ചേർത്തു അല്ലേ, മക്കളെ സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ ഇവർ കരയും. നമ്മൾ ദൂരെ നിന്നിട്ട് ഇവരെ നോക്കും. ഇവരൊരു ഇത് വിട്ട് കഴിഞ്ഞാൽ ഇവർ കൂടുതൽ കരഞ്ഞാൽ നമുക്ക് ഇവരെ കൊണ്ടുപോകണം അല്ലേ. ഇവരറിയല്ല നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. പക്ഷേ നമ്മൾ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. 2-3 ദിവസം ഈ ഒരു പ്രക്രിയ മുന്നോട്ട് പോകും അല്ലേ. എല്ലാ കുട്ടികളെയും സ്കൂളിൽ കൊണ്ടുപോകും, ഫസ്റ്റ് ക്ലാസ്സിൽ കൊണ്ടുപോകുമ്പോഴുള്ള അവസ്ഥ. കാര്യം കുട്ടികൾ ചിലപ്പോൾ ഒരാഴ്ച തന്നെ ഇത് കണ്ടിന്യൂ, കാര്യം അവർ ആ അറ്റ്മോസ്ഫിയറായിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അതുപോലെ തന്നെ നമ്മളൊക്കെ അദ്ദേഹം ഏതോ ജന്മത്തിലൊക്കെ 2500 വർഷമായിട്ടുള്ള ആളല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എത്രയോ ജന്മങ്ങൾ എടുത്ത് നമ്മൾ ഈ മായക്കടലിൽ കിടന്ന് നീന്തി തുടിക്കുകയാണ്. പ്രഭാകര സിദ്ധിയോഗി അതുപോലെ പുനർജന്മം എടുത്തിട്ടില്ല. അദ്ദേഹം പഞ്ചശക്തി പരകായ പ്രവേശം എടുക്കണം. കാര്യം എന്താണ്, നമ്മളൊരു അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ മെമ്മറി രണ്ടാമത് കൊണ്ടുവരണം. അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതേതായാലും മഹാവതാർ ബാബാജിയുടെ കണക്ഷൻ എല്ലാവർക്കും കിട്ടട്ടെ. പ്രത്യേകിച്ച് ഇന്ന് അമാവാസി ദിനത്തിലാണ് നമ്മൾ ഇതെടുക്കുന്നത് വീഡിയോ. എന്തോ കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ പോയി വന്ന ഒരു സ്ഥലത്ത് മറ്റേ നേരത്തെ പറഞ്ഞ ആ ഒരു പുളിയാമ്പള്ളി നമ്പൂരിച്ചൻ്റെ എനർജി കണക്ഷനുള്ള ഒരു വീടുമായിട്ടാണ് പോയത്. അപ്പോൾ എന്തൊക്കെയൊക്കെ ബന്ധങ്ങൾ കാണുന്നു. ഈശ്വര രക്ഷതു കാലം തെളിയിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എത്ര മിനിറ്റ് ആയത്? 21.